My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 239 എപ്പിസോഡിൽ കാലികാർബോണിക്കം എന്ന അധ്യായത്തിൻ്റെ 9ാമത്തെയും അവസാനത്തെയും ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് കാലികാർബിൻ്റെ ചുമയുമായിട്ട് ബന്ധപ്പെട്ട സവിശേഷമായ ലക്ഷണങ്ങൾ പറയുന്നത് കൂടാതെ കാലികാർബിൻ്റെ ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഹോമിയോപ്പതി പ്രിൻസിപ്പിളിനെ കുറിച്ച് നമുക്ക് ചില ഉൾക്കാഴ്ചകൾ തരുന്ന ചില നിരീക്ഷണങ്ങൾ ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. പൊതുവെ കാലികാർബിനെ ഒരു അപകടം പിടിച്ച ഔഷധം എന്ന് പലരും വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്, പൊതുവായിട്ട് ഉള്ളൊരു കാര്യമല്ല എങ്കിൽ പോലും എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് എന്ന് കെൻ്റ് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഹോമിയോപ്പതിക് പൊട്ടൻസികളെക്കുറിച്ച്, അതിൻ്റെ അക്യൂട്ട് കേസിലും ക്രോണിക് കേസിലുമുള്ള സവിശേഷമായ പ്രയോഗങ്ങളെക്കുറിച്ചുള്ള പൊതുവായ ചില ഉൾക്കാഴ്ചകളും നമുക്കിതിലൂടെ ലഭിക്കുന്നുണ്ട്. നമുക്കവ ശ്രദ്ധിക്കാം. ദ കോഫ് ഓഫ് ദിസ് മെഡിസിൻ ഈസ് വൺ ഓഫ് ദ വേർസ്റ്റ് വയലന്റ് കോഫ്സ് ഓഫ് ഓൾ ദ മെഡിസിൻസ് ഇൻ ദ മെറ്റീരിയ മെഡിക്ക. ഏറ്റവും രൂക്ഷമായ ചുമകളിലൊന്ന്, മെറ്റീരിയ മെഡിക്കയിൽ നമുക്ക് കണ്ടെത്താനാവുന്ന ഏറ്റവും രൂക്ഷമായ ചുമ ലക്ഷണങ്ങളിൽ ചിലത് കാലികാർബിൽ നമുക്ക് കാണാൻ സാധിക്കും. ദ വോൾ ഫ്രെയിം ഈസ് റാക്ഡ്. അയാളുടെ ശരീരത്തെ മൊത്തത്തിലിട്ട് പിടിച്ചുലയ്ക്കുന്നതാണ് അയാളുടെ ചുമ. ചില ചുമകളൊക്കെ പറഞ്ഞാൽ ഒരാളാകെ കുലുങ്ങിപ്പോകുന്നതരം ചുമയെന്ന്. ദ കോഫ് ഈസ് ഇൻസസൻറ്റ് attended with gagging and vomiting, comes on at 3 o'clock in the morning, a dry, hawking, hard, raking cough. അപ്പോൾ കാലികാർബിൻ്റെ പൊതു സ്വഭാവം അനുസരിച്ചാണ് പുലർച്ചെ 3 മണിക്ക് ആരംഭിക്കുന്ന തരത്തിലുള്ള ശ്വാസം മുട്ടിക്കുന്ന തരത്തിൽ, ഛർദി ഉണ്ടാക്കുന്ന തരത്തിൽ, വരണ്ടത്, കടുത്തത് അല്ല കട്ടിയുള്ളത്, ശരീരത്തെ മൊത്തം ഉലയ്ക്കുന്നത്, അങ്ങനെയുള്ള നിലയ്ക്കാത്ത ചുമ, ഇൻസസൻറ്റ് കഫ്, നിലയ്ക്കാത്ത ചുമയാണ് കാലികാർബിലുള്ളത്. ഇത് കൊട്ടേഷനാണ്. സഫക്കേറ്റീവ് കോഫ് ആൻഡ് ചോക്കിംഗ് കോഫ് അറ്റ് 5 AM. പുലർച്ചെ 5 മണിക്ക് ശ്വാസം മുട്ടിക്കുന്ന, ശ്വാസതടസ്സം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചുമ. ഗ്രേറ്റ് ഡ്രൈനസ് ഇൻ ദ ത്രോട്ട് ബിറ്റ്വീൻ 2 and 3 AM. പുലർച്ചെ 2-നും 3-നും ഇടക്ക്, അതായത് ചുമ തുടങ്ങുന്നതിന് മുൻപായിട്ട് തൊണ്ടയിൽ വല്ലാത്ത വരണ്ടൊരവസ്ഥ. പുലർച്ചെ 2-നും 3-നും ഇടയിൽ, അതിനുശേഷം 5 മണിക്ക് ചുമ തുടങ്ങുന്നു. ഇതൊരു പ്രൂവറുടെ കൊട്ടേഷനാണ്. തിങ്ക് ഓഫ് കാലികാർബ് വെൻ ആഫ്റ്റർ ട്രബിൾസ് ലൈക്ക് മീസിൽസ് എ കാറ്റാർ സ്റ്റേറ്റ് ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് റിയാക്ഷൻ എ സോറിക് സീക്വലെ. അതായത് 5-ാം പനി പോലുള്ള പകർച്ചവ്യാധികൾക്ക് ശേഷം ഒരു കഫസംബന്ധമായൊരു അവസ്ഥ നിലനിൽക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? വൈറ്റൽ റിയാക്ഷൻ പോരാത്തത് കൊണ്ട്, വൈറ്റൽ റിയാക്ഷൻ്റെ കുറവ് കൊണ്ട്, അല്ലെങ്കിൽ വൈറ്റൽ റിയാക്ഷൻ ഇല്ലാത്തത് കൊണ്ട്, അത് ഒരു സോറിക് കണ്ടീഷൻ്റെ കോൺസിക്വൻസ് ആണ്. അയാളെ ബാധിച്ചിരിക്കുന്ന ഒരു ക്രോണിക് മയാസത്തിൻ്റെ പ്രത്യാഘാതം അല്ലെങ്കിൽ അതിൻ്റെ പരിണിതഫലം. അതുകൊണ്ട് 5-ാം പനിക്ക് ശേഷം കഫസംബന്ധമായ പ്രശ്നം വിട്ടുമാറാതെ നിലനിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ കാലികാർബിനെ കുറിച്ച് ചിന്തിക്കുക. കാലികാർബ് കൊടുക്കുക എന്നല്ല പറയുന്നത്, കാലികാർബിനെ കുറിച്ച് ചിന്തിക്കുക. ദ കോഫ് ഫോളോയിങ് മീസസ് ഈസ് വെരി ഓഫൺ എ കാലികാർബ് കോഫ്. പലപ്പോഴും ഈ ഒരു 5-ാം പനിക്ക് ശേഷമുള്ള ചുമ എന്ന് പറയുന്നത് മിക്കവാറും ഒരു കാലികാർബിൻ്റെ ചുമയായിരിക്കും. കാലികാർബ്, സൾഫർ, കാർബോവച്ച് ആൻഡ് ഡ്രോസീറ ആർ പെർഹാപ്സ് more frequently indicated than other medicines in such coughs as for measles or pneumonia. 5-ാം പനിക്കോ ന്യൂമോണിയയ്ക്കോ ശേഷം നിലനിൽക്കുന്ന ഇത്തരം ചുമകളിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നതാണ് കാലികാർബ്. കൂടാതെ സൾഫർ, കാർബോവജ്, ഡ്രോസീറ, ഇത് മൂന്നുമാണ്. സൾഫറും കാർബോവജും ഡ്രോസീറയുമാണ് ഇവിടെ ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചുകൊണ്ട് ഇത് 4 മാത്രമാകണമെന്നില്ല, മോർ ഫ്രീക്വൻ്റ്ലി എന്നേ പറയുന്നുള്ളൂ. ദ എക്സ്പെക്ടേഷൻ ഈസ് കോപ്പിയസ്, വെരി ഒഫൻസീവ്, ടെനേഷ്യസ്, ലംബി, ബ്ലഡ് സ്ട്രീക്ഡ് ഓർ ലൈക്ക് പേഴ്സ്, തിക് യെല്ലോ ഓർ യെല്ലോയിഷ് ഗ്രീൻ. അപ്പോൾ ചുമച്ചു തുന്നുന്ന കഫം വളരെ അമിതമായിട്ടുണ്ട്,
വളരെ ദുർഗന്ധമുള്ളതാണ്, ഉറച്ചതാണ്, കട്ട പോലുള്ളതാണ്, രക്തത്തിൻ്റെ അംശങ്ങളുള്ളതാണ്, പഴുപ്പ് പോലുള്ളതാണ്, കട്ടിയുള്ള മഞ്ഞ നിറമോ പച്ച കലർന്ന മഞ്ഞ നിറമോ ഉള്ളതാണ്. വെരി ഓഫൺ ഇറ്റ് ഹാസ് എ പഞ്ചന്റ് ചീസി ടേസ്റ്റ്. തുപ്പുന്ന ആൾക്ക് വായിൽ ഒരു വൃത്തികെട്ട രുചി. ആസ് ഓഫ് ഓൾഡ് ചീസ്, പഴകിയ ചീസാകുമ്പോൾ കൂടുതൽ വൃത്തികെട്ട രുചിയായിരിക്കും. കാറ്റർ ഓഫ് ദ ചെസ്റ്റ്, നെഞ്ചിൽ ആയ കഫക്കെട്ടുണ്ട്. ഡ്രൈക്ക് ഓഫ് ഡേ ആൻഡ് നൈറ്റ്, രാവും പകലും വരണ്ട ചുമ. വിത്ത് വൊമിറ്റിംഗ് ഓഫ് ഫുഡ് ആൻഡ് സം പ്ലം, വരണ്ട ചുമ വന്നിട്ട് കഴിച്ച ആഹാരം പിന്നെ കട്ടിയുള്ള കഫവുമൊക്കെ ഛർദ്ദിച്ചു പോകും. വേഴ്സ് ആഫ്റ്റർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ആൻഡ് ഇൻ ദ ഈവനിങ്, എന്തെങ്കിലും ആഹാരം കഴിച്ച ശേഷമോ എന്തെങ്കിലും പാനീയങ്ങൾ കുടിച്ച ശേഷമോ ആണ് വർദ്ധിക്കുന്നത്. അതേപോലെ സായാഹ്നത്തിലും രാത്രിയുടെ സമയത്തും വർധനമുണ്ട്. ഇനി കാലിക്കാർബിൻ്റെ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളാണ് പറയുന്നത്. നത്തിങ് ഈസ് മോർ സ്ട്രൈക്കിംഗ് ഇൻ കാലിക്കാർബ് ദാൻ ദ വാണ്ടറിങ് സ്റ്റിച്ചിങ് പെയിൻസ് ത്രൂ ദ ചെസ്റ്റ് ആൻഡ് ദ കോൾഡ്നെസ് ഓഫ് ദ ചെസ്റ്റ്. അപ്പം നെഞ്ചിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്ന കുത്തുന്ന പോലുള്ള, സൂചിക്ക് കുത്തുന്ന പോലുള്ള വേദന, നെഞ്ചിലെ തണുത്ത ഒരു അനുഭവം, ഇതാണ് കാലിക്കാർബിൽ. ഇതിനേക്കാളധികം ശ്രദ്ധേയമായി മറ്റൊന്നുമില്ല എന്നാണ് എൻ്റെ പറയുന്നത്. ഈ വാണ്ടറിങ് സ്റ്റിച്ചിങ് പെയിൻസ് ഇറ്റാലിക്സ് ആണ്. ദ കോൾഡ്നെസ് ഓഫ് ദ ചെസ്റ്റ്, അതും ഇറ്റാലിക്സിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ പ്രാധാന്യം അത് കൂടുതലുണ്ടെന്ന് അർത്ഥം. ദ ഗ്രേറ്റ് ഡിസ്നിയ, ദ ട്രാൻസിയൻ സ്റ്റിച്ചസ്, ദ പ്ലൂറൽ സ്റ്റിച്ചസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് റെമഡി. വല്ലാതെയുള്ള ശ്വാസം മുട്ടൽ, താൽക്കാലികമായിട്ടുള്ള ഈ സ്റ്റിച്ചസ് കുത്തുന്ന പോലത്തെ അനുഭവം, പ്ലൂറയിലുള്ള ശ്വാസകോശത്തിൻ്റെ ആവരണത്തിലുള്ള കുത്തുന്ന പോലത്തെ ഒരു അനുഭവം, സൂചിക്ക് തുന്നുന്നത് പോലത്തെ ഒരു അനുഭവം, ഇതൊക്കെ കാലിക്കാർബിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ്. എ ഗ്രേറ്റ് നമ്പർ ഓഫ് കേസസ് ഇൻ വിച്ച് കാലിക്കാർബ് ഈസ് സ്യൂട്ടബിൾ ആർ ദോസ് വെർ ദ ട്രബിൾ ഹാസ് സ്പ്രെഡ് ഫ്രം കാറ്റാറൽ ഒറിജിൻ ആൻഡ് ഫ്രം ദ ലോവർ പോർഷൻ ഓഫ് ദ ലങ്സ് അപ്വേർഡ്സ്. ഇനി മറ്റൊരു സവിശേഷത, കാലിക്കാർബ് വളരെ യോജിച്ചു വരുന്നൊരവസ്ഥ. പ്രശ്നങ്ങളുടെ തുടക്കം കഫ സംബന്ധമായ കഫക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരവസ്ഥയിൽ നിന്നാണ്. അതുപോലെ ഈ ശ്വാസകോശത്തിൽ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കീഴ്ഭാഗത്തു നിന്ന് മേൽഭാഗത്തേക്കാണ്. It is not so commonly indicated in those cases where the dullness has begun at the apex of either of both lungs. ഇതിന് നേരെ തിരിച്ച് ശ്വാസകോശത്തിൻ്റെ ഒരു ശ്വാസകോശത്തിൻ്റെയോ അല്ലെങ്കിൽ രണ്ടിൻ്റെയോ ഏപെക്സിൽ നിന്ന്, മേൽഭാഗത്തു നിന്ന് ഈ ഡൾനെസ് തുടങ്ങി താഴേക്ക് പോകുന്നൊരവസ്ഥയാണെങ്കിൽ, അതായത് നേരെ തിരിച്ചാണെങ്കിൽ, കാലിക്കാർബ് പൊതുവെ ഇൻഡിക്കേറ്റ് ചെയ്യാറില്ല എന്ന് വെച്ചുകൊണ്ട്, ഇൻഡിക്കേറ്റ് ചെയ്തെന്ന് വെച്ചുകൊണ്ട് കാലിക്കാർബ് അല്ലെന്ന് പറയാനും പറ്റില്ല. ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ ഈ ഫ്രം ഡൗൺ ടു അപ്വേർഡ്സ് എന്നുള്ളത് മാറി ഫ്രം അപ്പ് ടു ഡൗൺ ആണെങ്കിൽ പോലും അത് പ്രശ്നമല്ല. ജനറൽസ് അത്രയ്ക്ക് സ്ട്രോങ് അല്ലാതെ വരുന്ന സാഹചര്യങ്ങളിലാണ് ഈ ഇത്തരം അവസ്ഥകൾ വളരെ നിർണായകമാകുന്നു. അല്ലെങ്കിൽ അതിന് ഒരു പരിധിയിൽ കവിഞ്ഞ് പ്രാധാന്യം കൊടുക്കണമെന്നില്ല. അതുകൊണ്ടാണ് നോട്ട് സോ കോമൺലി എന്ന് പറയുന്നത്. ഇറ്റ് വിൽ വെരി ഓഫൺ വാർഡ് ഓഫ് ഫ്യൂച്ചർ സിക്നസ് വേർ ദ ഫാമിലി ഹിസ്റ്ററി ഈസ് ട്യൂബർക്കുലസ്. ഇത് പ്രധാനപ്പെട്ട ഒരു അറിവാണ്. ഒരു കുടുംബത്തിൻ്റെ ചരിത്രം, ഒരു രോഗിയുടെ അവസ്ഥ നോക്കുമ്പോൾ കുടുംബത്തിൽ ക്ഷയരോഗത്തിൻ്റെ ഒരു ചരിത്രം ഉണ്ടെങ്കിൽ, പാരൻസോ ഗ്രാൻഡ് പാരൻസോ ട്യൂബർക്കുലർ ആണെങ്കിൽ, ആ ഒരു ടെൻഡൻസി ഈ കുട്ടിയിൽ നിന്നും അടുത്ത തലമുറയിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യാൻ കാലിക്കാർബ് ഉപകരിക്കും. വെരി ഓഫൺ, പലപ്പോഴും എന്നേ ഉള്ളൂ, എല്ലായ്പ്പോഴും ഒന്നുമില്ല. മറ്റു ഔഷധങ്ങളും ഈ ഒരു ജോലി ചെയ്യും. ഡു നോട്ട് ബി അഫ്രൈഡ് ടു ഗിവ് ദ ആൻറ്റിസോറിക് റെമഡീസ് വെൻ ദർ ഇസ് എ ഹിസ്റ്ററി ഓഫ് ട്യൂബർക്കുലോസിസ് ഇൻ ദ ഫാമിലി. കുടുംബത്തിൽ ക്ഷയരോഗത്തിൻ്റെ ഒരു ചരിത്രം ഉണ്ടെങ്കിൽ ആൻറ്റിസോറിക്ക് കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. ആൻറ്റിസോറിക്സ് കൊടുത്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാകും എന്നൊരു ധാരണ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിക്കാണ്. അതുകൊണ്ടായിരിക്കും എന്നെ അങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭയപ്പെടേണ്ട. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണത്? ബട്ട് ബി കെയർഫുൾ വെൻ ദ പേഷ്യൻ്റ് ഈസ് സോ ഫാർ അഡ്വാൻസ്ഡ് വിത്ത് ട്യൂബർക്കുലോസിസ്. അതായത് ക്ഷയരോഗത്തിൻ്റെ അവസ്ഥ ഈ പറയുന്ന പുതിയ തലമുറയിലും വളരെയധികം വർദ്ധിച്ചൊരു സ്ഥിതിയിലാണെങ്കിൽ ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. വിശേഷം എപ്പോഴാണ്?
ക്യാവിറ്റീസ് ഇൻ ദ ലങ്, ശ്വാസകോശത്തിൽ ദ്രവിച്ച് ക്യാവിറ്റീസ് വന്നുപോയി, അല്ലെങ്കിൽ ലേറ്റൻ ട്യൂബർക്കിൾസ് അവിടെ മറഞ്ഞു കിടക്കുന്നു, അത് പൊട്ടി പുറത്തു വരാം. ഓർ എൻസിസ്റ്റസ് കേഷ്യസ് ട്യൂബർക്കിൾസ്, ഇതേപോലെ സിസ്റ്റായിട്ട് മാറിയ ആവരണത്തിനുള്ളിലായിപ്പോയ ട്യൂബർക്കിൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടി പുറത്തു വന്ന് ശ്വാസകോശത്തിന് അതിനെ പരിഹരിക്കാനാവാത്ത ഡാമേജ്, കേട് ഉണ്ടാക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. യുവർ ആൻറ്റിസോറിസ് മൈറ്റ് റോസ് ഹിം ഇൻ ടു എ ഡേഞ്ചറസ് കണ്ടീഷൻ. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ കൊടുക്കുന്ന ആൻറ്റിസോറിക്ക് എന്തായാലും കാലിക്കാർബായാലും എന്തായാലും ഒരു അപകടം പിടിച്ചൊരു അവസ്ഥയിലേക്ക് അയാളെ കൊണ്ടുപോയേക്കാം. ഡു നോട്ട് സപ്പോസ് ഹവർ ദാറ്റ് ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ഗിവ് സൾഫർ ബിക്കോസ് വൺസ് ഫാദർ ആൻഡ് മദർ ഹാവ് ഡൈഡ് ഓഫ് തൈസിസ്. അതായത് എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ പേടിക്കണ്ട. ഒരാളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ക്ഷേമൊന്നും മരിച്ചു എന്ന് വെച്ചുകൊണ്ട് ആ കുട്ടിക്ക് സൾഫർ ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് സൾഫർ കൊടുക്കാൻ പേടിക്കേണ്ട. അത് ശ്രദ്ധിക്കണമെന്നുള്ളൂ. സൾഫർ മൈറ്റ് ബി ജസ്റ്റ് ദ റെമഡി ടു പ്രിവെന്റ് ദ ചൈൽഡ് ഫ്രം ഫോളോയിങ് ദ ഫാദർ ആൻഡ് മദർ. അപ്പം ആ ഒരവസ്ഥയിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ ഈ ക്ഷയരോഗ സംബന്ധമായ പാരമ്പര്യം പിന്തുടരുന്നതിൽ നിന്നും ആ കുട്ടിയെ തടയുന്നത് സൾഫറായിരിക്കണം. സൾഫറായിരിക്കുമെന്നല്ല, ആയിരിക്കണം. മറ്റൗഷധങ്ങളും എന്തെങ്കിലും വരാം. അപ്പോൾ ക്ഷയരോഗത്തിൻ്റെ പാരമ്പര്യം ഉണ്ടെങ്കിൽ കുട്ടികളിൽ സൾഫർ കൊടുക്കുന്നത് തടയും. പക്ഷെ ഇതിനെ ഒരു പൊതു നിയമമായിട്ട് ഒരു കാലഘട്ടത്തിൽ എടുത്തിരുന്നു. ഇപ്പോൾ അതുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് കുറേ വർഷങ്ങൾ മുമ്പ് വിവർത്തനം ചെയ്യാൻ തന്ന ഒരു പുസ്തകത്തിൽ ഇവിടെ ഡൽഹിയിലെ BJN പബ്ലിഷേഴ്സ് തന്നെ ഏൽപ്പിച്ചത് ഒരു ഇംഗ്ലീഷ് ബുക്ക്. അതിൽ ഒരു പീഡിയാട്രിക് ഹോമിയോപ്പതിയെ കുറിച്ചുള്ള ഭാഗത്ത് കുട്ടികളിൽ പൊതുവെ ഏത് കുട്ടിക്കും ജനിച്ചു കഴിഞ്ഞാൽ ഇത്ര സമയത്തിനകം സൾഫർ വണ്ണം ഒരു ഡോസ് കൊടുക്കണം, വളരെ സ്മോൾ ഡോസ് കൊടുക്കണം എന്നത് എഴുതിയിരുന്നു. അപ്പോൾ എനിക്കതൊരു സംശയം തോന്നിയിട്ട് ഞാൻ പലരോടും ചോദിച്ചു. ആർക്കും അതിൻ്റെ കാര്യത്തിൽ ഒരു കൃത്യമായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ജെയിൻ പബ്ലിഷേഴ്സിന് അന്ന് ഒരു കത്തെഴുതി. ഈ ഒരു കാര്യം ഞാൻ വിവർത്തനം ചെയ്ത് ചേർക്കുന്നുണ്ട്, പക്ഷേ ടെക്സ്റ്റിൽ ചേർക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ കാര്യത്തിൽ ഒരു തീർച്ച വരുത്തണം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു അടിക്കുറിപ്പോടെ കൊടുക്കണം എന്ന്. കാരണം എല്ലാവരിലും കുട്ടികളിൽ അങ്ങനെ സൾഫർ വണ്ണം ജനിച്ച ഉടനെ കൊടുക്കുന്നത് ഉപകരിക്കുന്നു തോന്നുന്നില്ല. കാരണം ഇവിടെ കെൻ്റൊന്നും അങ്ങനെ പറയുന്നില്ല, വേറെ സ്ഥലത്ത് ഞാൻ വായിച്ചിട്ടുമില്ല. മൈറ്റ് ബി അങ്ങനത്തെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, ആ കുട്ടിക്ക് സൾഫറിൻ്റേതായുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, അതിൽ പേടിക്കേണ്ട. കാലിക്കാർബ് ഈസ് ഓഫൺ സ്യൂട്ടബിൾ ആൻഡ് വിൽ ആക്ട് ആസ് ആൻ അക്യൂട്ട് റെമഡി ഇൻ ദ അഡ്വാൻസ് സ്റ്റേറ്റ് ഓഫ് തൈസിസ് ഇൻ കേസസ് വിച്ച് ഇറ്റ് വാസ് നോട്ട് ഇൻഡിക്കേറ്റഡ് പ്രൈമർലി ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. നമ്മൾ നേരത്തെയും ഇവിടെ കണ്ടതാണത്. ഒരു കേസിൽ ഒരു അക്യൂട്ടായിട്ട് നിൽക്കുന്ന, രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു കേസിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി കൊടുത്താൽ അവിടെ കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ആ അക്യൂട്ട് കണ്ടീഷന് യോജിക്കുകയാണെങ്കിൽ കൊടുക്കാം, ഒരു അക്യൂട്ട് റെമഡിയായിട്ട് അത് ആക്ട് ചെയ്യും. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണൽ കേസ് വെച്ചുകൊണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ, അതും കാലിക്കാർബ കൊടുക്കുന്നതെങ്കിൽ അത് അപകടം ഉണ്ടാക്കാം. ഈ കാലിക്കാർബിനെ പലർക്കും പേടിയാണ്, അപകടം പിടിച്ച ഔഷധം എന്നത് പറയുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ തത്വങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്താൽ അത് വളരെ ഉപകരിക്കും. അക്യൂട്ട് റെമഡിയായിട്ട് കൊടുക്കാം, അത് പലപ്പോഴും സ്യൂട്ടബിൾ ആയിരിക്കും. പക്ഷേ പ്രാഥമികമായിട്ടും ആ രോഗിയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് പ്രാഥമികമായിട്ടും കാലിക്കാർബാണെങ്കിൽ കൊടുക്കരുത്. ഇൻ സച്ച് ഇൻസ്റ്റൻസസ് ഇറ്റ് വിൽ ആക്ട് ആസ് എ പാലിയേറ്റീവ് ഇൻ തൈസിസ്, whereas if it were indicated primarily as a constitutional remedy, it would do damage in the last weeks. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ കണ്ടത് തന്നെ കാര്യം തന്നെയാണ്, കണ്ടത് ആവർത്തിച്ച് പറയുന്നതേ ഉള്ളൂ. അക്യൂട്ട് കണ്ടീഷനിൽ യോജിക്കുകയാണെങ്കിൽ അത് ഒരു പാലിയേറ്റീവായിട്ട് അവിടെ ആക്ട് ചെയ്യും. പക്ഷേ ക്രോണിക് റെമഡി ആണെങ്കിൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ആണെങ്കിൽ അയാളുടെ അവസാന ആഴ്ചകളിൽ, അതായത് അയാളുടെ അവസാനം വൈകാതെ ഉണ്ടാകും, അവസാന ആഴ്ചകളിൽ അയാളുടെ സ്ഥിതി മോശമായിരിക്കും. ഇനി പറയുന്നൊരു വാചകം കെൻ്റ് വളരെ സർക്കാസ്റ്റിക്കായിട്ട് പറയുകയാണ്, പക്ഷേ വളരെ രൂക്ഷമാണ് ആ ഭാഷ. കെൻറ്റിന് പലർക്കും ഇഷ്ടമല്ലാത്തത്, മുൻപും ഇന്നും ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും ആൾക്ക് ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണം കെൻറ്റിൻ്റെ ഇത്തരം ചില നിരീക്ഷണങ്ങളാണ്. ഇങ്ങനെയാണ് ആ വാചകം. സർക്കാസ്റ്റിക്കായിട്ട് നെഗറ്റീവായിട്ട് പറയുന്ന,
ദ ഫോർച്ചുനേറ്റ് തിങ് ഈസ് ദാറ്റ്, ഭാഗ്യമുള്ള കാര്യം അല്ലെങ്കിൽ നല്ല കാര്യം അല്ലെങ്കിൽ ഭാഗ്യവശാൽ എന്ന് പറയുന്നത് നെഗറ്റീവ് മീനിങ്ങിലാണ്. എ ഗ്രേറ്റ് മെനി ഹോമിയോപാത്സ് ആർ നോട്ട് ഏബിൾ ടു ഫൈൻഡ് ദ ഹോമിയോപ്പതിക് റെമഡി. നല്ലൊരു പങ്ക് ഹോമിയോപാത്സിനും ഒരു ഹോമിയോപ്പതിക് റെമഡി ഒരു കേസിൽ കണ്ടുപിടിക്കാൻ കഴിവില്ല. അത് ഭാഗ്യമാണ്. കാരണം ഇതേപോലുള്ള കണ്ടീഷനിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി കണ്ടെത്തി അഡ്വാൻസ്ഡ് തൈസിസ് കണ്ടീഷനിൽ കാലിക്കാർബ് സാധനം കൊടുത്താൽ ആളുടെ സ്ഥിതി വഷളായി പോകും. പക്ഷേ ഭാഗ്യത്തിന് അങ്ങനെ കൃത്യമായിട്ട് സെലക്ട് ചെയ്യാൻ കഴിവുള്ളവരില്ല. അത് കെൻറ്റിൻ്റെ ഒരു രീതിയാണ്, അത് വളരെ രൂക്ഷമായ രീതിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പരമ്പര തുടങ്ങുന്ന സമയത്ത് എനിക്ക് വിദേശങ്ങളിലെ കുറച്ച് ഹോമിയോപ്പതി സുഹൃത്തുക്കളുണ്ട്. പണ്ട് കാലത്ത് അവർ എൻ്റെ തൂലിക സുഹൃത്തുക്കളായിരുന്നു. ബ്രിട്ടനിൽ, കാനഡയിൽ, US, ഫ്രാൻസിൽ, സ്വിറ്റ്സർലൻഡിൽ, ഇസ്രയേലിൽ. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരു സുഹൃത്തുക്കളാണ്. അവരിൽ പലരും എന്നെ നിരുത്സാഹപ്പെടുത്തി. അല്ല, ഒരാൾ കെൻറ്റിനെ വിമർശിച്ചുകൊണ്ട് ഒരു പരമ്പര തന്നെ എഴുതുകയുണ്ടായി. പക്ഷെ അപ്പോൾ ഇതിൽ കാര്യമൊന്നുമില്ല. ഞാനിതിനടുത്ത മറ്റു തരത്തിലാണ്. കെൻറ്റി പറയുന്ന കൂട്ടത്തിൽ നല്ലൊരു പങ്കും ഹോമിയോപാത്സിന് സെലക്ട് ചെയ്യാൻ കഴിവില്ല എന്ന് പറയുമ്പോൾ അതിലല്ലാതെ ആ ഒരു സെലക്ട് ചെയ്യാൻ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി സെലക്ട് ചെയ്യാൻ കഴിവുള്ള ആ ന്യൂനപക്ഷത്തിൽ കടന്നു കയറുക, അതിന് ഇത്തരം ലിറ്ററേച്ചർ ഉപയോഗിക്കുക. അങ്ങനെ പോസിറ്റീവായിട്ടാണ് ഞാൻ എടുത്തത്. അങ്ങനെ എടുത്തവരൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഡോക്ടർ ജൻബാബു അങ്ങനെ ആ കൂട്ടത്തിൽ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. If the patient has yet lung space enough to be cured, കാലിക്കാർബ് will do wonders. അപ്പോൾ അയാളുടെ ലങ് ക്യാവിറ്റി അല്ലെങ്കിൽ ലങ്സ് ക്യാവിറ്റീസ് അത് പൂർണ്ണമായിട്ടും നശിച്ചു പോയിട്ടില്ല. ഇനിയും ഹീൽ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കാരണം ഞാൻ വായിച്ചിടത്തോളം ഒരു ലങ് മാത്രം ഉണ്ടെങ്കിൽ ആൾ ജീവിച്ചിരിക്കുന്നുള്ളതാണ്. അപ്പോൾ വേണ്ടത്ര സ്പേസ് ഉണ്ടെങ്കിൽ കാലിക്കാർബ് വിൽ ഡു വണ്ടേഴ്സ്. കാലിക്കാർബ് അവിടെ അത്ഭുതം പ്രവർത്തിക്കും. ഓർ ദ സിംറ്റംസ് അഗ്രി, ലക്ഷങ്ങൾ യോജിക്കുമ്പോൾ, സിമിലിമമായിരിക്കുമ്പോൾ, വേണ്ടത്ര ക്യൂറേറ്റീവ് സ്പേസ് ഉണ്ടെങ്കിൽ, ക്യാവിറ്റീസ് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എടുക്കാം, ക്യൂറേറ്റീവ് സ്പേസ് ഉണ്ടെങ്കിൽ ആ വ്യക്തിയിലുണ്ടെങ്കിൽ, വേണ്ടത്ര വൈറ്റൽ റിയാക്ഷനുള്ള ഒരു പ്രാപ്തി, അതിനെ താങ്ങി നിർത്താനുള്ള കഴിവ് അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ കാലിക്കാർബ് അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഐ വാണ്ട് ടു വാൺ യു ഇൻ വൺ റെസ്പെക്ട് കൺസേണിങ് കാലിക്കാർബ്. ഇതൊരു മുന്നറിയിപ്പാണ്. ഇറ്റ് ഇസ് എ വെരി ഡേഞ്ചറസ് മെഡിസിൻ ഗോട്ട്. വാദത്തിൻ്റെ കാര്യത്തിൽ വളരെ അപകടം പിടിച്ച ഔഷധമാണ് കാലിക്കാർബ്. വെൻ യു ഗെറ്റ് ആൻ ഓൾഡ് ഗോട്ടി സബ്ജക്ട് ഹു ഹാസ് ബിഗ് ടോ ജോയിൻസ് ആൻഡ് finger joints and they are sore and inflamed very now and then, you might think that കാലിക്കാർബ് covers the case very suitably. വാദം വന്നിട്ട് കൈവിരലുകളുടെയും കാൽവിരലുകളുടെയും സന്ധികൾ ഇങ്ങനെ വീർത്ത് നീർക്കെട്ടുണ്ടായിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെയൊക്കെ വീക്കം ഉണ്ടാകുന്നൊരു സാഹചര്യത്തിൽ കാലിക്കാർബ് അതിനെ നന്നായിട്ട് കവർ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കും. ഹീസ് ഡിസ്റ്റർബ് ഇൻ ജസ്റ്റ് സച്ച് വെതർ. കാലിക്കാർബിൻ്റെ വെതർ, തണുത്ത കാലാവസ്ഥ, അവിടെ അയാൾക്ക് പ്രശ്നമുണ്ടാകും. ഹീസ് പാലിഡ് ആൻഡ് സിക്ലി, വിളറിയിരിക്കുകയാണ്, രോഗാതുരയാണ്. ഹിസ് കംപ്ലൈൻസ് കം ഓൺ അറ്റ് 2 to 3 o'clock in the morning. പുലർച്ചെ 2-നും 3-നും ഇടയ്ക്ക് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. ഹി ഹാസ് ദ ഷൂട്ടിംഗ് പെയിൻസ്, ഇങ്ങനെ പായുന്ന തരത്തിലുള്ള വേദനകൾ അയാൾക്കുണ്ട്. എല്ലാം കൊണ്ടും കാലിക്കാർബ. അങ്ങനെ കൊടുത്തേക്കാന്ന് വിചാരിക്കരുത്, അത് അപകടകരമാണ്. ബട്ട് ദീസ് ഗോട്ടി പേഷ്യൻസ് ആർ ഓഫൺ ഇൻക്യൂറബിൾ. എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ കണ്ടതുപോലെ, ക്ഷയരോഗാവസ്ഥയിൽ കണ്ടതുപോലെ, ഇങ്ങനെ ഉള്ള അവസ്ഥയിലെത്തിയ വാതരോഗികളും സുഖപ്പെടുത്താൻ പറ്റാത്തവരാണ് പാലിയേഷൻ നടക്കുകയുള്ളൂ. പലപ്പോഴും ഓഫൺ ഇൻക്യൂറബിൾ എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് സോ, ടു അണ്ടർടേക്ക് ടു ക്യൂർ ദം വുഡ് ബി എ ഡ്രെഡ്ഫുൾ കലാമിറ്റി. അപ്പം അങ്ങനെയുള്ളവരെ സുഖപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നത് ഭയാനകമായ ഒരു ദുരന്തമായിരിക്കും. ഡ്രെഡ്ഫുൾ കലാമിറ്റി, ഭയാനക ദുരന്തം. ബിക്കോസ് ദ അഗ്രവേഷൻസ് വുഡ് ലാസ്റ്റ് സോ ലോങ്. എന്തുകൊണ്ടാണ്? അയാൾക്കുണ്ടാകുന്ന അഗ്രവേഷൻസ് വല്ലാതെ നീണ്ടു നിൽക്കും. അത് സഹിക്കാൻ ആ മനുഷ്യന് സാധിക്കില്ല. അതിനുള്ള വൈറ്റാലിറ്റി അയാളിൽ അവശേഷിച്ചിട്ടുണ്ടാവില്ല. ഇഫ് യു ഗിവ് കാലിക്കാർബ് ടു വൺ ഓഫ് ദീസ് ഇൻക്യൂറബിൾ പേഷ്യൻസ് ഇൻ വെരി ഹൈ പൊട്ടൻസി, വളരെ ഉയർന്ന പൊട്ടൻസിയിൽ ഇങ്ങനത്തെ ഒരു ഇൻക്യൂറബിൾ പേഷ്യൻറ്റ് കൊടുക്കുകയാണെങ്കിൽ, ഇറ്റ് വിൽ മേക്ക് യുവർ പേഷ്യൻറ്റ് വേഴ്സ്. അയാളുടെ സ്ഥിതി മോശമാകും. ആൻഡ് ദ അഗ്രവേഷൻ വിൽ ബി സീരിയസ് ആൻഡ് പ്രൊലോങ്ഡ്.
ഗുരുതരമായ വർധന, നീണ്ടു നിൽക്കുന്ന വർധന, ഐഡിയൽ അഗ്രവേഷൻ ഷോർട്ടായിരിക്കണം, വളരെ ഇൻറ്റൻസ് ആയിരിക്കണം, ഷോർട്ടായിരിക്കണം. നീണ്ടു നിൽക്കുന്ന അഗ്രവേഷൻ ഇൻക്യൂറബിൾ കണ്ടീഷൻ്റെ ഒരു ലക്ഷണമാണ്. പക്ഷേ ഇനിയൊരു കാര്യം പറയുന്നുണ്ട്, എന്നെയൊക്കെ ഒരുപാട് ഗൈഡ് ചെയ്തൊരു സാധനം. ബട്ട് ദ 30th മേ ബി ഓഫ് ഗ്രേറ്റ് സർവീസ്. പക്ഷേ 30th പൊട്ടൻസി വളരെ ഗുണം ചെയ്യും, ഗ്രേറ്റ് സർവീസ് വളരെ ഗുണം ചെയ്യും. ഞാനൊക്കെ ഒരു പൊട്ടൻസിയുടെ ഉപയോഗത്തെക്കുറിച്ച് ആരോടും ഒരു അഭിപ്രായം ചോദിക്കാനില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ മാസ്റ്റേഴ്സിൻ്റെ ബുക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്ന ഓർഗനലിൻ്റെ കമൻട്രീസിലും കുറേ ഗൈഡ് ലൈൻസ് കൊടുത്തിരുന്നു. പക്ഷെ പലപ്പോഴും അത് കൺഫ്യൂസിങ് ആയിരുന്നു ഈ പൊട്ടൻസിയുടെ ഉപയോഗത്തെക്കുറിച്ച്. കെൻറ്റിൻ്റെ ഈ കാര്യങ്ങൾ വായിച്ചപ്പോഴാണ് എനിക്ക് 30th എന്നുള്ളത് സേഫാണെന്നുള്ള ധാരണ ഉണ്ടായത്. 30th മേ ബി എന്ന് പറയുന്നത് വളരെ സഹായകരമായിരിക്കും. അപ്പോൾ വെരി ഹൈ എന്നൊക്കെ പറയുന്നത് 200 കഴിഞ്ഞ് 1M 10M അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ. ഇനി മറ്റൊരു ഔഷധത്തിൻ്റെ ഉപയോഗം, കാലി അയോഡാറ്റം വെൻ ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഗോട്ടി സ്റ്റേറ്റ് ആക്ട് ആസ് എ സൂത്തിങ് ആൻഡ് പാലിയേറ്റീവ് റെമഡി. പക്ഷെ അതേസമയം കാലി അയോഡാറ്റം ഈ ഗോട്ടി കേസിൽ, ഈ പറയുന്ന ഗോട്ടി കേസിൽ ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് നല്ലൊരു പാലിയേറ്റീവായിട്ട് സൂത്തിങ് റെമഡിയായിട്ട് അത് ഉപകരിക്കും. നമ്മൾ ഇനി അടുത്ത അധ്യായമായിട്ട് നമ്മൾ കാലി അയോഡാറ്റമാണ് നമ്മൾ എടുക്കുന്നത്. ബട്ട് കാലി കാർബ് സീംസ് ടു ബി എ വെരി ഡ്രെഡ്ഫുൾ മെഡിസിൻസ് ടു ഹാൻഡിൽ. ഇതാണ് ഹോമിയോപാത്തിനെ പേടിപ്പിക്കുന്ന ഒരു കാര്യം. കൈകാര്യം ചെയ്യാൻ വളരെ പേടിക്കേണ്ട ഭയാനകമായ ഔഷധമാണ് കാലി കാർബ്. ഇറ്റ് ഈസ് എ ഷാർപ്പ് ആൻഡ് എ 2-edged sword. മൂർച്ചയേറിയ ഇരുതലം മൂർച്ചയുള്ള വാളാണ്, ഇരുതല മൂർച്ചയുള്ള വാള് കാലി കാർബ്. അതുകൊണ്ടാണ് പലരും കാലി കാർബ് കൊടുക്കാൻ ഭയപ്പെടുന്നത്. ഡു നോട്ട് അണ്ടർടേക്ക് ടു ഗിവ് മെഡിസിൻ with a view to curing those old cases of gout when the nodosities are numerous. ഈ കല്ലിച്ച് വാദം വന്ന് കടുത്ത് അവിടെ കല്ലിപ്പുകൾ ഉണ്ടായി അതിൻ്റെ എണ്ണം അധികം ഉണ്ടെങ്കിൽ അത്തരം കേസുകൾ സുഖപ്പെടുത്താൻ നിങ്ങൾ പോകണ്ട. ഡു നോട്ട് ഗിവ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ദാറ്റ് ഷുഡ് ഹാവ് ബീൻ അഡ്മിനിസ്ട്രേറ്റ് ടു ദോസ് പേഷ്യൻസ് 20 years ago. ക്യൂറേറ്റീവ് മെഡിസിൻ കണ്ടെത്തി, പക്ഷേ ഒരു 20 കൊല്ലം മുമ്പ് നിങ്ങൾ അയാൾക്ക് കൊടുക്കേണ്ടതായിരുന്നു. 20 കൊല്ലം മുമ്പ് അയാൾ വേണ്ടത്ര വൈറ്റാലിറ്റി ഉള്ളപ്പോൾ, ഒരു വൈറ്റൽ റിയാക്ഷനെ താങ്ങി നിൽക്കാൻ അയാൾക്ക് കെൽപ്പുണ്ടായിരുന്നപ്പോൾ കൊടുക്കാവുന്നൊരു ഔഷധം ഇപ്പോൾ വൈറ്റാലിറ്റി വളരെ ഡിമിനിഷ് ചെയ്ത് ഒരു വൈറ്റൽ റിയാക്ഷനെ താങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൊടുക്കരുത്. അത് വിനാശകരമായിരിക്കും. അത് കാലി കാർബിനെ കുറിച്ചൊന്നുമല്ല, ഏത് ഔഷധത്തെക്കുറിച്ചും ഹോമിയോപ്പതിയുടെ ഒരു അടിസ്ഥാന തത്വം തന്നെയാണത്. ബിക്കോസ് ദർ ഈസ് നോട്ട് റിയാക്ഷൻ ഇനഫ് ഇൻ ദ ലൈഫ് ഓഫ് ദ പേഷ്യൻറ്റ് ടു ടേൺ ഹിം ടു ഓർഡർ. അയാളുടെ ക്രമരഹിതമായ ജീവിതാവസ്ഥയെ, വൈറ്റാലിറ്റിയെ ക്രമമാക്കി വെക്കാൻ വേണ്ടത്ര വൈറ്റൽ റിയാക്ഷൻ അയാളിൽ ബാക്കി ഉണ്ടായിരിക്കില്ല. അത് തന്നെ കാരണം. ആൻഡ് ഹി വിൽ ബി ഡിസ്ട്രോയിഡ്. അതിൻ്റെ ഫലമായിട്ട് അയാളുടെ ഭൗതിക ശരീരം നശിപ്പിക്കപ്പെട്ടു പോകും. ഇറ്റ് സീംസ് പാരഡോക്സിക്കൽ ടു സേ ബട്ട് ടു ക്യൂർ ഹിം ഈസ് ടു കിൽ ഹിം. വീണ്ടും സർക്കാസ്റ്റിക്കായിട്ട് ഒരു പാരഡോക്സിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് പറയുന്നത്. ഇനി അയാളെ സുഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അയാളെ കൊല്ലുക എന്നുള്ള അർത്ഥം. സുഖപ്പെടുത്താൻ ശ്രമിച്ചാൽ ആൾ മരിച്ചു പോകുന്നു ചുരുക്കം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്, ദ വൈറ്റൽ ആക്ഷൻ ദാറ്റ് ഈസ് നെസറി ടു റിസ്റ്റോർ ഹിം ടു ഹെൽത്ത് വുഡ് പ്രാക്ടിക്കലി ടിയർ ഹിസ് ഫ്രെയിംവർക്ക് ടു പീസസ്. അയാളെ റിസ്റ്റോർ ചെയ്യാൻ വേണ്ടുന്ന വൈറ്റൽ റിയാക്ഷൻ, ഏത് ഹോമിയോപ്പതി പൊട്ടൻസിയും ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന സിമിലിമമായിരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന വൈറ്റൽ റിയാക്ഷൻ ഇവിടെ അയാളുടെ ഫ്രെയിംവർക്കിനെ, അയാളുടെ ശരീരത്തെ, അയാളുടെ ഭൗതിക ദേഹത്തെ ഛിന്ന ഭിന്നമാക്കി കളയും. അതാണ് അവിടുത്തെ പ്രശ്നം. യു നീഡ് നോട്ട് ബിലീവ് ദീസ് തിങ്സ്, യു ആർ നോട്ട് ഒബ്ലിജ്ഡ് ടു. നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട. ഇതൊരു അവിശ്വസനീയമായ കാര്യങ്ങളാണ്, അതിശയോക്തിയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾക്ക് അതിനുള്ള ഒബ്ലിഗേഷൻ, നിങ്ങളത് വിശ്വസിക്കണമെന്നൊന്നുമില്ല. എന്തുകൊണ്ടാണ്? ബട്ട് തിങ്ക് അബൌട്ട് ദം, അവയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ആൻഡ് സം ഡേ ആഫ്റ്റർ പ്രാക്ടീസിങ് അവയിൽ, കുറേ കാലം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടൊരു ദിവസം, ആൻഡ് മേക്കിംഗ് ന്യൂമറസ് മിസ്റ്റേക്സ് ഇൻ അറ്റംപ്റ്റിംഗ് ടു ക്യൂർ ഇൻക്യൂറബിൾസ്, സുഖപ്പെടുത്താൻ പറ്റാത്തവരെ സുഖപ്പെടുത്താൻ കുറേ ശ്രമങ്ങൾ നടത്തിയതിന് ശേഷം, യു വിൽ അഡ്മിറ്റ് ദ ഓഫുൾ പവർ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻസ്. അതിനുശേഷമാണ് നിങ്ങൾ ഹോമിയോപ്പതിക് മെഡിസിൻസിൻ്റെ ഇത്തരം
രൂക്ഷമായ ശക്തിയെ നിങ്ങൾ സമ്മതിക്കുകയുള്ളൂ. ഇത് നമ്മൾ വിശദമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഹോമിയോപ്പതി പഠിക്കാൻ വരുന്ന പലരും ഹോമിയോപ്പതി ഇഷ്ടപ്പെട്ട് വരുന്നവരല്ല. ഇപ്പോൾ ഇന്നലെയും സോഷ്യൽ മീഡിയയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ചയുണ്ടായി. ഹോമിയോപ്പതിനെ പരിഹസിച്ചുകൊണ്ടൊരു ഡെൻറ്റിസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം സ്ഥിരമായിട്ട് ഇടുന്നതാണ്. ഞാൻ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടൊരു കമൻ്റ് ഇട്ടു. ആ കമൻറ്റിന് കീഴിൽ ധാരാളം റിയാക്ഷൻസ് വന്നു. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ പലരും പറഞ്ഞൊരു കാര്യം, അത് സത്യമാണ് ഒരു പരിധിവരെ. ഹോമിയോപ്പതിയെക്കുറിച്ചുള്ള യഥാർത്ഥ താല്പര്യത്തോടു കൂടിയല്ല പലരും ഈ വിഷയം പഠിക്കാൻ വരുന്നത്. പ്രാക്ടീസ് ചെയ്യുന്നവരിലും അങ്ങനെ ഉണ്ടാകാം. അവർക്ക് ഹോമിയോപ്പതിയുടെ യഥാർത്ഥ ശക്തിയെക്കുറിച്ച് അറിയില്ല. ഈ യഥാർത്ഥ ശക്തി, ആ ഓഫുൾ പവർ ചിലപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കും ചിലപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതേപോലെ അവർ കൃത്യമായിട്ട് സിമിലിമം കണ്ടെത്തി കൊടുത്ത് അത് രോഗിയിൽ കുഴപ്പമുണ്ടാക്കുമ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത് ഹോമിയോപ്പതിക്ക് ശക്തിയുണ്ട്. ഒന്നുമില്ല, പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്ന ഒന്നുമില്ലാത്ത ഒരു ഹയർ പൊട്ടൻസി 1 mO 10 mO 50 mO ഒക്കെ കൊടുത്തിട്ട് മാരകമായൊരു ഫലം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ മനസ്സിലാക്കും ഹോമിയോപ്പതിയുടെ ശക്തി. പക്ഷെ അത് പോസിറ്റീവായൊരു മനസ്സിലാക്കലായിരിക്കില്ല, നെഗറ്റീവായൊരു മനസ്സിലാക്കലായിരിക്കും. അതിനുകൊണ്ട് പഠിക്കുന്ന കാലത്ത് തന്നെ ഹോമിയോപ്പതിയുടെ ഫണ്ടമെൻ്റൽസ് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കി ശരിയായ രീതിയിൽ പിന്നീട് പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ആ ഒരു വണ്ടർഫുൾ എഫക്ട്സ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടീസിൽ പിന്നീട് വലിയ ഉയരങ്ങൾ താണ്ടാൻ പറ്റും. അതുകൊണ്ട് കെൻ്റ് പറയുന്ന കാര്യങ്ങളെ ഒരു നെഗറ്റീവായിട്ട് എടുക്കാതെ അതിനെ പോസിറ്റീവായിട്ട് എടുത്ത് അദ്ദേഹത്തിൻ്റെ ഗുഡ് ബുക്സിൽ കയറി പറ്റാൻ ശ്രമിക്കുക. ഞാനൊക്കെ അങ്ങനെ ശ്രമമായിരുന്നു. കെൻ്റൊക്കെ വായിച്ചപ്പോൾ ഞാനൊരു പ്രാക്ടീസിങ് ആയിട്ടുള്ള ആളല്ല, തിയറട്ടിക്കലായിട്ട് സമീപിക്കുന്ന ആളെങ്കിൽ പോലും കെൻറ്റിൻ്റെ നല്ല കുട്ടികളിൽ ഒരാളായിട്ട് മാറുക എന്നുള്ളത് ഒരു ലക്ഷ്യം വെച്ച ഒരാളാണത്. പ്രാക്ടീസ് അങ്ങനെ ലക്ഷ്യം വെച്ച് വിജയിച്ച പലരും ഉണ്ട്. അതിലൊരാൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ ജംബാബു. കെൻറ്റിൻ്റെ കണ്ണിൽ നല്ല കുട്ടിയാകാൻ ശ്രമിച്ച് ഗംഭീരമായ വിജയങ്ങൾ നേടിയവർ. നിങ്ങൾക്കത് സാധിക്കും. ദേ ആർ സിംപ്ലി ഡ്രെഡ്ഫുൾ. ഹോമിയോപ്പതിക് ഔഷധങ്ങൾ ശരിക്കും ഭയാനകമാണ്. ഭയാനകമാകുന്ന എങ്ങനെ? ഇത്തരം ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളതിൻ്റെ അതിലടങ്ങിയിരിക്കുന്ന യഥാർത്ഥ ശക്തി മനസ്സിലാക്കും. ഇൻ ഓൾഡ് ഗോട്ടി കേസസ്, ഇൻ ഓൾഡ് കേസ് ഓഫ് ബ്രൈറ്റ് ഡിസീസ്, ഇൻ അഡ്വാൻസ് കേസ് ഓഫ് തൈസിസ്, വെർ ദർ ആർ മെനി ട്യൂബർക്കിൾസ്, ബിവെയർ ഓഫ് കാലിക്കാർബ് ഗിവൺ ടു ഹൈ. ഏതൊക്കെ കണ്ടീഷനിലാണ്? പഴകിയ വാദ സംബന്ധമായ രോഗാവസ്ഥകളിൽ, വൃക്ക സംബന്ധമായ രോഗാവസ്ഥകളിൽ, ക്ഷയരോഗാവസ്ഥകളിൽ, അതായത് ക്ഷയരോഗത്തിൻ്റെ നൊഡ്യൂൾസ് ധാരാളമുള്ള അവസ്ഥയിൽ ഉയർന്ന പൊട്ടൻസിയിൽ കാലിക്കാർബ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. പക്ഷെ 30th വരെ സേഫാണ് താനും. വൈൽ സ്റ്റഡിയിങ് ദ ടെക്സ്റ്റ് ബുക്ക് ലുക്ക് ഓവർ ദ സെൻസേഷൻസ്. ഇത് പൊതുവായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ മെറ്റീരിയൽ പഠിക്കുമ്പോൾ ഏതൊരു ഔഷധത്തിൻ്റെയും കാലിക്കാർബിൻ്റെ ആണെങ്കിലും സെൻസേഷൻസ് നന്നായിട്ട് മനസ്സിലാക്കുക. ദേ ആർ വെരി ന്യൂമറസ്. ഇക്കാര്യത്തിൽ ധാരാളം സെൻസേഷൻസ് ഉണ്ട്. ഓഫ് കോഴ്സ് ദോസ് മോസ്റ്റ് സ്ട്രൈക്കിംഗ് ആർ ദ സ്റ്റിച്ചിങ് ആൻഡ് ടിയറിങ് പെയിൻസ്. ഇങ്ങനെ സൂചി കൊണ്ട് കുത്തുന്ന പോലെ, തുന്നുന്ന പോലുള്ള വേദന, വലിച്ചു കീറുന്ന പോലെ വേദന, ഷൂട്ടിങ്, ഇങ്ങനെ വെടിയുണ്ട തുളഞ്ഞു കയറുന്ന പോലുള്ള പായുന്ന വേദന, സ്റ്റിക്കിങ്, വടിയുണ്ട അടിക്കുന്ന പോലുള്ള വേദന, വാണ്ടറിങ് പെയിൻസ്, അങ്ങും ഇങ്ങുമൊക്കെ മാറി മാറി വരുന്ന വേദന. ഇത്തരം സെൻസേഷൻസും കാലിക്കാർബിൽ വളരെയധികം ശ്രദ്ധേയമാണ്. അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ കാലിക്കാർബ് അപകടം പിടിച്ച ഔഷധമെന്ന് കെൻ്റ് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ, അക്യൂട്ടായിട്ട് ഉപയോഗിക്കേണ്ട അവസ്ഥയിൽ അക്യൂട്ടായിട്ട് ഉപയോഗിച്ചാൽ, ക്രോണിക്കായിട്ട് ഉപയോഗിക്കേണ്ട അവസ്ഥയിൽ ശ്രദ്ധാപൂർവം ക്രോണിക്കായിട്ട് ഉപയോഗിച്ചാൽ, ഇൻക്യൂറബിൾ കണ്ടീഷൻസിന് എന്താണെന്ന് മനസ്സിലാക്കി അവിടെ വിവേകപൂർവ്വം പ്രവർത്തിച്ചാൽ കാലിക്കാർബ് വളരെ ഒരു വണ്ടർഫുൾ ആക്ഷൻസ് നമുക്ക് തരുന്ന ഔഷധമാണ്. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാലി അയോഡാറ്റം, അതും വളരെ വളരെ വിലപ്പെട്ട ഔഷധമാണ്. ആൻറ്റിസോറിക്കും ആൻറ്റിസിഫിലിറ്റിക്കും ഒക്കെയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.